ഗുഡ് മോർണിംഗ്, വെൽക്കം ടു HSS ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തായി ചെയ്ത 2 വീഡിയോകളിലും ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ 10 കാരണങ്ങൾ, രണ്ടാമത്തേത് പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ 2 വീഡിയോയിലെയും കമന്റ് ബോക്സിൽ ധാരാളം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രാമർ ക്ലാസ് ചെയ്യാൻ വേണ്ടിയാണ്. പല വിദ്യാർത്ഥികൾക്കും ടോപ്പ് സ്കോർ നേടുന്നതിന് തടസ്സമാകുന്നത് ഹയർ സെക്കൻഡറിയിലെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ്, അതേപോലെ തന്നെ ടെൻസ്, ഈഫ് ക്ലോസ്, പ്രിപ്പോസിഷൻ തുടങ്ങിയ വിവിധ തരം ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറിയിൽ പലപ്പോഴും കാണാറുണ്ട്. അത് മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതുന്ന വിദ്യാർത്ഥിക്ക് ഓരോ ആൻസറിലും, എസ്എ ക്വസ്റ്റ്യനിലൊക്കെ ഓരോ ആൻസറിലും വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിക്കൊള്ളട്ടെ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിക്കൊള്ളട്ടെ, കംപ്ലീറ്റ് മാർക്ക് കിട്ടാത്ത അവസ്ഥ വരികയും അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അത് ടോട്ടൽ A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ഇതിനൊരു പരിഹാരമായി ഗ്രാമറിനെ കുറിച്ച് നല്ല പരിജ്ഞാനം ഉണ്ടാക്കുക എന്നതാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഘട്ടം ഘട്ടമായി ഇതിനെ തുടർന്ന് വരുന്ന വീഡിയോകളിലായി ഗ്രാമർ ലെസൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നോണം ഫസ്റ്റ് ഗ്രാമർ ക്ലാസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. എഡിറ്റിംഗ് ആണ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം പറയുന്നു. അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, PSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് പങ്കെടുക്കുന്നവർക്കും ഈ ക്ലാസ് ഉപകരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ഒരു ക്ലാസ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ എഡിറ്റിംഗ് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളി, എവിടെയാണ് തെറ്റ് എന്ന് അണ്ടർലൈൻ ചെയ്തോ ബ്രാക്കറ്റിലിട്ടോ സൂചിപ്പിക്കുന്ന ഒരു രീതിയല്ല ഹയർ സെക്കൻഡറി എക്സാമിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആ പാരഗ്രാഫ് ശ്രദ്ധാപൂർവം വായിച്ച് എവിടെയാണ് തെറ്റ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു വെല്ലുവിളിയാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. നന്നായി ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ വിവിധ വശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ പൂർണ്ണമായി ശരിയായി ഇത് ചെയ്യാൻ പറ്റാറുള്ളൂ. കാര്യമായി ഈ എഡിറ്റിംഗിൽ അഡ്രസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ആണ്. അതേപോലെ ആക്റ്റീവ്, പാസീവ്, പാസിവൈസേഷൻ, മൂന്നാമത്തത് ടെൻസ്, അതേപോലെ പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾ എ, എൻ ഓർ ദി കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, അതേപോലെ വേർഡ് ഓർഡർ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഗ്രാമർ പോർഷൻസ് അല്ലെങ്കിൽ ഗ്രാമറിലുള്ള പരിജ്ഞാനം ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ ചെക്ക് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലായി അതിൽ കാണുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ആണ്. ആ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് അറിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ പകുതി മാർക്ക് മിക്ക പരീക്ഷകളിലും, നാം എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ, ആ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ പരിചയപ്പെട്ടാൽ നമുക്കറിയാം, സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ എഡിറ്റിംഗിൽ ഒരു പകുതി മാർക്ക്, ചിലപ്പോൾ പൂർണ്ണമായി മാർക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്? പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും എടുത്ത് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെന്നും നോട്ട്ബുക്കും എടുത്ത് മുന്നിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്? ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സബ്ജക്റ്റ്, മറ്റൊന്ന് പ്രെഡിക്കേറ്റ് എന്നാണ്. ആ പ്രെഡിക്കേറ്റ് എന്ന സാങ്കേതിക പദം കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഞാൻ വിശദീകരിക്കുമ്പോൾ, ഉദാഹരണ സഹിതം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സിമ്പിൾ സെന്റൻസ് നമുക്ക് നോക്കാം. മാംഗോസ് ആർ സ്വീറ്റ്. മാംഗോസ് ആർ സ്വീറ്റ്. ഇതിൽ മാംഗോസ് സബ്ജക്റ്റും
ആർ സ്വീറ്റ് എന്നത് പ്രെഡിക്കേറ്റുമാണ്. എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ നമുക്കെങ്ങനെ കഴിയും? ഒരു സെന്റൻസിൽ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഭാഗമാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് ആ ഭാഗമാണ് പ്രെഡിക്കേറ്റ്. ഇവിടെ മാംഗോസ് ആർ സ്വീറ്റ് എന്ന സെന്റൻസിൽ മാംഗോസ് എന്നത് സബ്ജക്റ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? മാംഗോസിനെ കുറിച്ചാണ് നാം പറയുന്നത്. ആർ സ്വീറ്റ് എന്നത് പ്രെഡിക്കേറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? മാംഗോസിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ആ മാംഗോസിനെ കുറിച്ച് എന്താണ് പറയുന്നയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആർ സ്വീറ്റ്, മധുരമുള്ളതാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തെ പ്രെഡിക്കേറ്റ് എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, സബ്ജക്റ്റ് ഒരു വാക്കോ ഒന്നിൽ കൂടുതൽ വാക്കോ ആകാം. ഇവിടെ മാംഗോസ് എന്നുള്ളത് ഒരു വാക്കാണ്. മെനി മാംഗോസ് എന്നാകാം, ഇന്ത്യൻ മാംഗോസ് എന്നാകാം, മോസ്റ്റ് ഓഫ് ദ മാംഗോസ് ഐ എയ്റ്റ് എന്നാകാം. അപ്പോൾ സബ്ജക്റ്റ് ഒരു വാക്കോ ഒന്നിൽ കൂടുതൽ വാക്കോ ആകാം. അത് മുഴുവനുമാണ് നാം സബ്ജക്റ്റ് എന്ന് പറയുക. ഇനി പ്രെഡിക്കേറ്റ് ഭാഗത്ത് ധാരാളം വാക്കുകൾ ഉണ്ടാകും, പക്ഷേ ഒരു വേർബ് നിർബന്ധമാണ്. ഒരു വേർബ് നിർബന്ധമാണ്. എന്താണ് വേർബ് എന്ന് വെച്ചാൽ, സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആക്ഷൻ വേർഡ്, സബ്ജക്റ്റിന്റെ പ്രവൃത്തി കാണിക്കുന്ന, അല്ലെ സബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് അവസ്ഥ കാണിക്കുന്ന, സബ്ജക്റ്റിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന വാക്കാണ് വേർബ് എന്ന് പറയുന്നത്. ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥ. അപ്പൊ നാം ഈ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പ്രെഡിക്കേറ്റ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഇല്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രം, സാങ്കേതികമായി അങ്ങനെയാണ് പറയുക എന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ്, അതേപോലെ വേർബ്. ഏതൊരു സെന്റൻസിലും സബ്ജക്റ്റും വേർബും ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് സെന്റൻസ് അല്ല. അതുകൊണ്ട് സബ്ജക്റ്റ് നാം മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ നാം വേർബ് അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാംഗോസ് ആർ സ്വീറ്റ് എന്ന സെന്റൻസിൽ മാംഗോസ് ആണ് സബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആർ എന്നതാണ് അതിലെ വേർബ്. മാംഗോസ് എന്നത് പ്ലൂരൽ ആയതുകൊണ്ട് വേർബ് ആർ എന്നത് പ്ലൂരലായി ഉപയോഗിച്ചു. ഇനി മറ്റൊരു സെന്റൻസ് പറയാം. മാംഗോ ഈസ് സ്വീറ്റ്. മാംഗോ ഈസ് സ്വീറ്റ്. മാംഗോ സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ വേർബ് എന്താണ്? ഈസ്. സ്വീറ്റ് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, അതിന് ബാക്കിയുള്ള കാര്യം നാം ചിന്തിക്കേണ്ട. ഇപ്പൊ തൽക്കാലത്തേക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതില്ല. മാംഗോസ് പ്ലൂരലാണ്, അപ്പൊ അതിന്റെ വേർബ് ആർ. അപ്പോൾ സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യുന്നു. രണ്ടാമത്തത്, മാംഗോ ഈസ് സ്വീറ്റ്. മാംഗോ എന്ന സബ്ജക്റ്റിനോട് ഈസ് എന്ന വേർബ്, ഈസ് സിംഗുലർ ആണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ സിംഗിൾ, സിംഗുലർ, ഒന്ന് എന്നാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനം, ഒന്നിൽ കൂടുതലുള്ളത്. ഇത്രയും മനസ്സിലായല്ലോ? ശരി, കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഇക്കാര്യം വ്യക്തമാവുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ പറയാം. അരുൺ വാസ് ലേറ്റ് ടു ദ ക്ലാസ്. അരുൺ വാസ് ലേറ്റ് ടു ദ ക്ലാസ്. അരുൺ എന്നത് സബ്ജക്റ്റ്, വാസ് എന്നുള്ളത് വേർബ്. ഇനി നാം സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് പറയില്ല, സബ്ജക്റ്റും വേർബ് മാത്രമേ പറയൂ. അരുൺ എന്നത് സബ്ജക്റ്റ്, വാസ് എന്നുള്ളത് വേർബ്. ഇനി മെനി സ്റ്റുഡൻസ് വേർ ലേറ്റ് ടു ദ ക്ലാസ്. ഈ രണ്ട് സെന്റൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. അരുൺ വാസ് ലേറ്റ് ടു ദ ക്ലാസ്. അരുൺ ക്ലാസ്സിലെത്താൻ
വൈകിയിരുന്നു. ക്ലാസ്സിൽ വൈകിയാണ് എത്തിയത്. വാസ് ആയിരുന്നു, അല്ലെ? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വേർ ലേറ്റ് ടു ദ ക്ലാസ്. മോസ്റ്റ്, ഈ രണ്ടാമത്തെ സെന്റൻസിൽ എന്താണ് സബ്ജക്ട്? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സബ്ജക്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ വാക്കുകളാകാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, പല വിദ്യാർത്ഥികളും. വേർ ലേറ്റ് ടു ദ ക്ലാസ്. വേർ എന്ന് വെച്ചാൽ ആയിരുന്നു, വാസ് എന്ന് വെച്ചാലും ആയിരുന്നു തന്നെയാണ്. പക്ഷേ അരുൺ സിംഗുലർ ആയതുകൊണ്ട് ആയിരുന്നു എന്നതിനുള്ള പദം വാസ് എന്ന് ഉപയോഗിച്ചു, സിംഗുലർ ഉപയോഗിച്ചു. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നത് പ്ലൂരൽ ആയതുകൊണ്ട് വേർ എന്ന പ്ലൂരൽ പദം ഉപയോഗിച്ചു. അർത്ഥം ഒന്ന് തന്നെ, പക്ഷേ സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യണം, ഒരു ധാരണയുണ്ടാകണം എന്നതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന സെന്റൻസിൽ വേർ എന്നും അരുൺ എന്ന സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ വാസ് എന്നും ഉപയോഗിച്ചത്. ഇത് മിക്ക വിദ്യാർത്ഥികൾക്കും അറിയാം. പക്ഷേ ബേസിക്കായി ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാകൂ. അതിനാണ് ഇത്രയും പറഞ്ഞത്. അടുത്ത ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. റാണി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. റാണി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഇവിടെ എന്താണ് സബ്ജക്റ്റ്? റാണിയാണ്. വേർബ് എന്താണ്? സ്പീക്സ് എന്നാണ്. ബാക്കി നാം ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കേണ്ടതില്ല. റാണി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. റാണി സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ ആണ്. ഇവിടെയാണ് അല്പം ചില കൺഫ്യൂഷൻ വരാൻ സാധ്യത. സ്പീക്സ് എന്ന വേർബ് സിംഗുലർ ആണ്. എങ്ങനെയാണ് നാം ഒരു നൗൺ, ഒരു സബ്ജക്ട് സിംഗുലറോ പ്ലൂരലോ എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? സാധാരണ ഇംഗ്ലീഷിൽ നൗണ്, സബ്ജക്ട് എപ്പോഴും നൗൺ ആയിരിക്കും. നൗണ് പ്ലൂരൽ ആകുന്നത് എസ്ഒ ഇഎസ്ഒ ചേർത്തിട്ടാണ് സാധാരണ വാക്കുകളിൽ. ഉദാഹരണത്തിന് ബോയ് സിംഗുലർ, ബോയ്സ് പ്ലൂരൽ. ഗേൾ സിംഗുലർ, ഗേൾസ് പ്ലൂരൽ. ഇങ്ങനെ എല്ലാത്ത വാക്കുകളുമുണ്ട്. ചൈൽഡ് സിംഗുലർ, ചിൽഡ്രൻ പ്ലൂരൽ. ചിലത് സിംഗുലറും പ്ലൂരലും ഒരേ വാക്ക് തന്നെയുണ്ട്. ഫേർണിച്ചർ, ഫേർണിച്ചർ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാൻ മറ്റു മാർഗങ്ങളാണ് നാം തിരഞ്ഞെടുക്കാറ്. സാധാരണഗതിയിൽ നൗൺ സിംഗുലറോ പ്ലൂരലോ എന്നറിയാൻ വേണ്ടിയുള്ള മാർഗം എന്താണ്? എസ്ഒ ഇഎസ്ഒ കൂടെയുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ നൗൺ പ്ലൂരലാണ്. എസ്ഒ ഇഎസ്ഒ ഇല്ലാത്തത് സിംഗുലർ ആണ് എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേർബ് നേരത്തെ പറഞ്ഞ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ റാണി സിംഗുലർ ആണ്. സ്പീക്സ് സിംഗുലർ വേർബാണ്. വേർബിന് ചെറിയൊരു വികൃതി ഇംഗ്ലീഷുകാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വേർബ് എസ് ചേർത്താലാണ് സിംഗുലർ ആവുന്നത്. അവിടെയാണ് വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വരുന്നത്. സ്പീക്ക് എന്നത് പ്ലൂരൽ വേർബാണ്, സ്പീക്സ് എന്നത് സിംഗുലർ വേർബാണ്. മറ്റതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. റാണി സിംഗുലർ ആണ്. അപ്പോ സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യേണ്ടതുകൊണ്ട് വേർബ് സ്പീക്കിന്റെ കൂടെ എസ് ചേർത്തു. സ്പീക്സ്. സ്പീക്സ് എന്നുള്ള വേർബ് സിംഗുലർ ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ദേ വെയിറ്റ് ഫോർ ദ റെയിൻ ടു സ്റ്റോപ്പ്. ശ്രദ്ധിക്കുക. ദേ വെയിറ്റ് ഫോർ ദ റെയിൻ ടു സ്റ്റോപ്പ്. ദേ എന്നത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? പ്ലൂരൽ ആണ്. അതുകൊണ്ട് വെയിറ്റ്, വെയിറ്റ് എന്നുള്ള വേർബ്, WAIT, വെയിറ്റ് എന്നുള്ള വേർബ്, അതിന്റെ കൂടെ എസ് ചേർത്തില്ല. കാരണം എന്താണ്? ദേ എന്നുള്ള പ്ലൂരലാണ്. അപ്പൊ പ്ലൂരൽ വേർബ് ഉപയോഗിക്കണം. പ്ലൂരൽ വേർബ് ആണ് എന്ത്? വെയിറ്റ്. മനസ്സിലായല്ലോ? വെയിറ്റ് പ്ലൂരലാണ്, വെയിറ്റ്സ് സിംഗുലർ ആണ്. കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ദേ എന്നതിന് പകരം സബ്ജക്ട് നമ്മൾ മാറ്റാം. ഹി. വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് പറയണം? വെയിറ്റ്സ് എന്ന് പറയണം. എസ് ചേർക്കണം. കാരണം ഹി എന്നുള്ളത് സിംഗുലർ ആണ്. വേർബ് സിംഗുലർ ആകണമെങ്കിൽ എസ്ഒ ഇഎസ്ഒ ചേർക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലുള്ള കൂടുതൽ എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഒന്നുകൂടെ പറയാം. ഷീ ഫോഗറ്റ്, ഫോഗറ്റ്സ്. എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഷീ ഫോഗറ്റ്സ് ഹർ വറീസ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ്. ഷീ ഫോഗറ്റ്സ് ഹർ വറീസ്.
അല്ലെങ്കിൽ ഷീ ഫോർഗെറ്റ് ഹർ വറീസ്. എന്താണ് പറയേണ്ടത്? തീർച്ചയായും ഷീ ഫോർഗെറ്റ്സ് ഹർ വറീസ്. എസ് ചേർക്കണം. ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലർ വേർബാണ്. അതിന്റെ കൂടെ എഗ്രി ചെയ്യുക. ഓക്കെ ഓക്കെ. അടുത്ത മറ്റ് 2-3 എക്സാമ്പിൾസ് കൂടെ പറയാം. വി ഹാവ് ക്ലാസ് ടുഡേ. വി ഹാവ് ക്ലാസ് ടുഡേ. വി എന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. ഹാവ് ക്ലാസ് ടുഡേ. ഹാവ്, ഹാസ് എന്ന് 2 പദങ്ങൾ പല സെന്റൻസിലും നാം ഉപയോഗിച്ച് കാണാറുണ്ട്. ഹാവ് എന്നുള്ളത് പ്ലൂറൽ ആണ്, ഹാസ് എന്നുള്ളത് സിംഗുലർ ആണ്. വി ഹാസ് ക്ലാസ് ടുഡേ എന്ന് പറയാൻ പറ്റില്ല. വി ഹാവ് ക്ലാസ് ടുഡേ എന്നാണ് പറയേണ്ടത്. വി എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വേർബ് അതോടൊപ്പം ചേർക്കേണ്ടത് എഗ്രി ചെയ്യുന്ന വേർബ് എന്താണ്? ഹാവ് ആണ്. വി ഹാവ് ക്ലാസ് ടുഡേ. അതേപോലെ അടുത്തത് വി ഹാവ് വൺ ഫ്രീഡം. വി ഹാവ് വൺ ഫ്രീഡം. വി ഹാസ് വൺ ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല. ഇനി മറ്റൊരു സെന്റൻസ് നോക്കാം. ഇന്ത്യ ഹാസ് വൺ ഫ്രീഡം. ഇന്ത്യ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വേർബ് ഹാസ് സിംഗുലർ ഉപയോഗിക്കണം. വി ഹാവ് വൺ ഫ്രീഡം എന്നാണ് പറയുന്നതെങ്കിൽ, സോറി, വി എന്നാണ് സബ്ജക്റ്റ് എങ്കിൽ വി ഹാവ് വൺ എന്ന് പറയണം. കാരണം എന്താണ്? വി പ്ലൂറൽ ആണ്, ഹാവ് ആണ് പ്ലൂറൽ വേർബ്. രണ്ടും ഒരേ അർത്ഥമാണ്. ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ടെന്നാണ്, അല്ലെ കിട്ടി എന്നാണ്, പൊസഷൻ കാണിക്കുന്നതാണ്. ഹാവ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഹാസും ഹാവും ഒരേ മീനിങ് ആണ്. പക്ഷേ ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂറൽ ആണ്. അപ്പോ മനസ്സിലായി. നേരത്തെ ഈസ് ആർ പറഞ്ഞു, ഇപ്പോൾ ഹാസ് ഹാവ് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യേണ്ടതുണ്ട്. ഇത് ആണ് പലപ്പോഴും പരിശോധിക്കപ്പെടുന്നത്. ഇവിടെയല്ല, ഇതിലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി വരുന്നത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഇനി പറയുന്ന സെന്റൻസ് ശ്രദ്ധാപൂർവം കേൾക്കുക. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഈസ് ഇൻ ദ ബാഗ്. സാധനം വാങ്ങാനുള്ള ലിസ്റ്റ് ബാഗിലുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഈ സെന്റൻസിൽ ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, സെന്റൻസ് ശ്രദ്ധിക്കുക. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ബാക്കി ശ്രദ്ധിക്കുക. ഈസ് ഇൻ ദ ബാഗ്, സോറി, ഈസ് ഇൻ ദ ബാഗ്. ഇവിടെ സബ്ജക്ട് എന്താണ്? ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. വേർബ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈസ്. അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് സംശയം വരിക, ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നാണല്ലോ. ഐറ്റംസ് പ്ലൂറൽ ആണല്ലോ. പ്ലൂറൽ ആണെങ്കിൽ ഈസിന് പകരം ആറാണല്ലോ ഇവിടെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ്. എന്തുകൊണ്ട്? ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ള സബ്ജക്റ്റിൽ സബ്ജക്റ്റിന് ഒരു ഹെഡ് വേർഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിലെ നാം സ്പെസിഫൈ ചെയ്യുന്ന വേർഡ് ലിസ്റ്റ് എന്നുള്ളതാണ്. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ളതിൽ ദ ലിസ്റ്റ് എന്നാണ് അതിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള വേർഡ്, അല്ലെങ്കിൽ ഹെഡ് വേർഡ് ഇൻ ദ സബ്ജക്ട്. അതിനനുസരിച്ചാണ് വെർബ് വരിക. മലയാളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഐറ്റംസിന്റെ ലിസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. ഐറ്റംസിന്റെ ലിസ്റ്റുകൾ എന്നല്ലല്ലോ. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സാധനങ്ങളുടെ ലിസ്റ്റ് എന്നാണ്. മലയാള അർത്ഥം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? വേർബ് സിംഗുലർ വേർബ് ഉപയോഗിക്കണം, ഈസ്. അപ്പൊ ഇവിടെ എഡിറ്റിംഗ് ക്വസ്റ്റ്യനിൽ ഇത് തെറ്റിച്ചു കൊടുത്താൽ നാം കൺഫ്യൂഷനിലാവുന്നു. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എഡിറ്റിംഗിൽ പലതും ചെയ്യാൻ പറ്റും. കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ ഇത് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ദ ബോയ്, അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക. ദ ബോയ് ഹു ഡാൻസസ് വിത്ത് ദ ഗേൾസ് ഹാസ് സെക്വേർഡ് ഫസ്റ്റ് റാങ്ക്. The boy who dances with the girls has secured first rank. ശരിക്കും the boy who dances with the girls എന്നത് മുഴുവൻ സബ്ജക്റ്റ് ആണ് സാങ്കേതികമായി പറയുമ്പോൾ. അപ്പോൾ ഗേൾസ് ആണ് വരുന്നത് എന്നതുകൊണ്ട് പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കി നാം
ഹാവ് എന്ന് എഴുതിയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഹെഡ് വേർഡ് പ്രൊമിനന്റ് ആയിട്ട് നാം കൺസിഡർ ചെയ്യേണ്ട വേർഡ് ദ ബോയ് എന്നാണ്. അതുപോലെ മലയാളം നോക്കിയാൽ തന്നെ മനസ്സിലാവും, ദ ബോയ് ഹൂ ഡാൻസസ് വിത്ത് ദ ഗേൾസ്. പെൺകുട്ടികളോടൊപ്പം നൃത്തം ചെയ്യുന്ന ആൺകുട്ടി സിംഗുലർ ആണ്. അതുകൊണ്ട് ഹാസ് സെക്വേർഡ് എന്ന് പറയണം, അല്ലാതെ ഹാവ് സെക്വേർഡ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ദ ചൈൽഡ്, മറ്റൊരു എക്സാമ്പിൾ, ദ ചൈൽഡ് ഹൂ കളക്ട്സ് മാംഗോസ് ഫാൾ ഇൻ ടു ദ റിവർ എന്ന് പറയണമോ ഫാൾസ് ഇൻ ടു ദ റിവർ എന്ന് പറയണമോ? ആലോചിച്ച് നോക്കുക, എന്താണ് പറയേണ്ടത്? ദ ചൈൽഡ് ഹൂ കളക്ട്സ് മാംഗോസ്, അത്രയാണ് സബ്ജക്റ്റ്. അപ്പൊ മാംഗോസ് എന്നത് വന്ന കണക്കാക്കുകയാണെങ്കിൽ നാം പ്ലൂരൽ ആണെന്ന് മനസ്സിലാക്കി ഫാൾ ഇൻ ടു ദ റിവർ എന്ന് എഴുതേണ്ടി വരും. ഇവിടെ ദ ചൈൽഡ് ഹൂ കളക്ട്സ് മാംഗോസ്, മാങ്ങ പെറുക്കുന്ന കുട്ടി. അപ്പൊ കുട്ടിയാണ്, സിംഗുലർ ആണ്, ചിൽഡ്രൻ എന്നല്ല. അപ്പോ ഹെഡ് വേർഡ് എന്താണ്? ചൈൽഡ് എന്നായതുകൊണ്ട് വേർബ് ഫാൾസ് എന്ന് വേണം. ഫാൾസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. ഫാൾസ് എന്നത് സിംഗുലർ ആണ്. യെസ് ഉള്ളതാണ് വേർബില് സിംഗുലർ ആയിട്ട് പരിഗണിക്കുന്നത്. ഇനി വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിയമത്തിന്, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബ് സിംഗുലർ ആകണമെന്നും സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ വേർബും പ്ലൂരൽ ആകണമെന്നും എന്നുള്ള നിയമത്തിന് 2 വാക്കുകൾ എക്സെപ്ഷൻസ് ആണ്. അവയാണ് ഐ, യു എന്നീ വാക്കുകൾ. ഐ സബ്ജക്റ്റ് ആവുമ്പോൾ സിംഗുലർ ആണെങ്കിലും അതിന്റെ വേർബായി ആം വരാം, ഹാവ് വരാം, വേർ വരാം, സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതാണ്. അതേപോലെ യു സബ്ജക്റ്റ് ആവുമ്പോൾ സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും, ഒരാൾ എന്ന അർത്ഥത്തിൽ യു പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ന അർത്ഥത്തിൽ യു പറഞ്ഞാലും അതിന്റെ വേർബ് പ്ലൂരലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ 2 വാക്കുകൾ ഈ നിയമത്തിന് പുറത്താണ് എന്ന കാര്യം കൂടെ ഇതുവരെ പറഞ്ഞതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി 1-2 എക്സാമ്പിൾസ്, നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന 1-2 എക്സാമ്പിൾസ് നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആർ എ സ്റ്റോറി wrought by Prabhat Kumar Mukhopadhyay. It speak about the selfless love of a 14-year-old girl towards her family. The title indicates that though she sacrifices only a shilling, it have a greater worth. The price of flowers cannot be measured. ഇത് ഉള്ളത് അതേപടി വായിച്ചതാണ്. അപ്പൊ ഇതിൽ മുഴുവനും സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് പലപ്പോഴും 2-ൽ കൂടുതൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചോദിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം പഠിച്ചത് മെനക്കെടായി ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നുള്ളത് ഇംഗ്ലീഷിന്റെ ബേസിക് റൂളാണ്. നിങ്ങൾ എസ്സേ എഴുതുമ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എന്ത് എഴുതുമ്പോഴും ഈ കാര്യം ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്ന മാർക്ക് കുറക്കാം. ബോധപൂർവമുള്ള ശ്രമത്തിലൂടെ ഇത് മനസ്സിലാക്കുകയും പിന്നീട് എഴുതുമ്പോഴൊക്കെ പ്രാക്ടീസ് റൈറ്റിംഗിലൊക്കെ ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ വായിക്കുമ്പോഴും ടെക്സ്റ്റ് വായിക്കുമ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഇത് എവിടെയൊക്കെയാണ് തെറ്റ് പെട്ടെന്ന് പറയാം. നിങ്ങൾ ഇപ്പൊ നേരം നോക്കിയതിനു ശേഷം പോസ് ചെയ്ത് നോക്കിയതിനു ശേഷം അറിയില്ലെങ്കിൽ മാത്രം ഞാൻ പറയുന്ന ആൻസർ ശ്രദ്ധിക്കുക. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആർ എ സ്റ്റോറി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലവേഴ്സ് എന്ന് കാണുമ്പോൾ ഉടനെ ആറ് ശരിയാണല്ലോ എന്ന് നാം തെറ്റിദ്ധരിച്ചേക്കും. പക്ഷെ ഇവിടെ എന്താണ്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്, പൂക്കളുടെ വില എന്നാണ്. വിലയാണ് സിംഗുലർ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഹെഡ് വേർഡ് ആയതുകൊണ്ട്. പ്രൈസ് എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ആർ എന്നുള്ളത് ഇവിടെ എന്താണ്? തെറ്റാണ്. പകരം നമ്മൾ എന്താക്കണം? ഈസ് എന്നാക്കണം. രണ്ടാമത്തത് സ്റ്റോറി റോട്ട്, അത് മറ്റൊരു വിഷയമാണ്, അത് ആ സമയത്ത് പറയാം. അത് നമ്മുടെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ വിഷയമല്ല. ഇറ്റ് സ്പീക്ക് അബൌട്ട് ദ സെൽഫ്ലെസ്, കണ്ടില്ലേ?
ഇറ്റ് സ്പീക്ക്, അത് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇറ്റ് സ്പീക്ക് എന്ന് പറ്റില്ല എന്ന് നമുക്കറിയാം. കാരണം എന്താണ്? ഇറ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് സ്പീക്ക് എന്നുള്ളത് സിംഗുലർ ആക്കണം. സ്പീക്ക് ഇപ്പോ സിംഗുലർ അല്ല, സിംഗുലർ വേർബ് അല്ല. അതിന്റെ കൂടെ സിംഗുലർ ആക്കാൻ എന്ത് ചെയ്യണം? യെസ് ചേർക്കണം. അപ്പൊ അവിടെ കറക്റ്റായി. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഇറ്റ് ഹാവ് എ ഫാർ ഗ്രേറ്റർ വർത്ത് എന്നിടത്ത് ഇറ്റ് ഹാസ്, സിംഗുലർ ആയതുകൊണ്ട് ഹാസ്. അടുത്ത മറ്റൊന്നും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കി അതിലെവിടെ വരുന്നു എന്ന് നിങ്ങൾക്ക് നോക്കാം. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതിൽ കൂടുതൽ വിശദീകരണവുമായി ഇതിന്റെ കുറച്ചുകൂടെ ഹൈ ലെവൽ കാര്യങ്ങളുമായി വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം അടിവരയിട്ട് വെച്ച് നിങ്ങളുടെ ഗ്രാമറിന്റെ, അതായത് നേരത്തെ പറഞ്ഞ ഗ്രാമർ പരിജ്ഞാനത്തിന്റെ അളവ് കൂട്ടുക. അതേപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മറ്റൊരു വീഡിയോയുമായി, ഗ്രാമർ ക്ലാസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.